പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് അവർക്ക് സഭയുമായി, കത്തോലിക്ക സഭയുമായി ഒന്ന് അടുത്ത് നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. മോൻസ് ജോസഫ് അടക്കം ഇത് സഭയിൽ ഉന്നയിച്ചതാണ്. നിയമസഭയിൽ അന്ന് നൽകുന്ന മറുപടി പോലും വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടായിരുന്നു UDF-ന്റെ നീക്കം. ഇന്ന് മോൻസ് ജോസഫ് ഇത് വിഷയമാക്കുകയും ചെയ്തു. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ഇരു വിഭാഗങ്ങളും ഈ വിഷയത്തിൽ ഏറ്റവും സജീവമായ നീക്കങ്ങളും മായി രംഗത്തെത്തുന്നതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് വളരെ പ്രസക്തം കൂടിയാണ്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ, ഇതിപ്പം കത്തോലിക്ക സഭയ്ക്ക് ഇങ്ങനെ ഒരു നിലപാടുകൾ, NSSന് അപ്പുറമുള്ള മാനേജറുകൾ. യെസ്, ശ്രീജിത്തിലേക്ക് വരാം. കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിരവധി നിയമനങ്ങൾ ഇപ്പോഴും അംഗീകാരം കിട്ടാതെ നിൽക്കുകയാണ്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള മാനേജ്മെൻറ്റുകൾ, ക്രൈസ്തവ മാനേജ്മെൻറ്റുകളൊക്കെ കടുത്ത പ്രതിസന്ധിയിലാണ്. അതവർ സർക്കാരിന് മുന്നിൽ പലവട്ടമായി ഉന്നയിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു ന്യായം പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറലുടെ നിയമോപദേശമുള്ളപ്പോൾ സുപ്രീം കോടതിയിൽ പോയി വരട്ടെ എന്ന വാദം ഉന്നയിക്കുന്നു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു കടുത്ത നീക്കമായി മാറുകയാണ്. NSSന് കിട്ടുന്ന നീതി ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന ചോദ്യം അതിശക്തമായി അവർ ഉന്നയിക്കുമ്പോൾ തങ്ങളെ അവഗണിക്കുന്നു എന്ന പരാതിയാണ് ഈ തോമസ് തറയിലിനെ പോലെയുള്ള ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പൊക്കെ ഉന്നയിക്കുന്നത്. സർക്കാർ ഇത് കാണുന്നില്ലേ? അല്ല, ഒന്ന്, നമ്മുടെ നാട്ടില് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം ആവശ്യമുണ്ടോ? 3% സംവരണം എന്ന് പറയുന്നത് കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനകത്ത് കൊടുക്കേണ്ടതുണ്ട്, സംവരണം പാലിക്കേണ്ടതുണ്ട് എന്നേ എല്ലാവരും പറയുകയുള്ളൂ. അത് ഭരണഘടനാപരമായി ഭരിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിനകത്ത് സർക്കാരിന്റെ പ്രാഥമിക ചുമതലകളിൽ ഒന്ന് തന്നെയാണ്. 2016 മുതൽ ഇപ്രകാരം പലതവണ ആ നിയമനങ്ങൾക്ക് ശ്രമിച്ചിട്ടും നിയമനം നടന്നിട്ടില്ല. ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കത്തോലിക്ക സഭയുടെ അധികാരികൾ പറയുന്നത്. സ്വാഭാവികമായും തങ്ങൾക്ക് ആവശ്യത്തിന് വിദ്യാർത്ഥികളെ ലഭിക്കാത്തതാണെന്നും തങ്ങൾ ശ്രമിച്ചതാണ് എന്നും ബന്ധപ്പെട്ട കോടതികളെ സമീപിച്ച് പറയാൻ അവർക്ക് അവകാശമുണ്ട്. അവരത് നിർവഹിക്കണം. NSS നിർവഹിച്ചു. തങ്ങൾക്ക് സാധ്യമായിടത്തുള്ള നിയമനം നടത്തിയിട്ടുണ്ട്. ബാക്കി നിയമനങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തങ്ങൾ ഇത്തരം ആളുകളെ ലഭിക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയത് NSS കോടതിയിൽ ബോധിപ്പിച്ചു. NSSന് അനുവാദം കൊടുത്തു. അതേ രീതിയിൽ ഇവർക്ക് കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി അനുവാദം കൊടുക്കും. സർക്കാർ NSSന് പ്രത്യേകിച്ചൊരു അനുവാദം കൊടുത്തില്ല. കോടതിയാണ് NSSന് ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തി അംഗീകാരം കൊടുത്തത്. അപ്പൊ ഹൈക്കോടതി ഒരു കാര്യത്തിനകത്ത് NSSന് അനുവാദം കൊടുത്തു. അതേ രീതിയിൽ തന്നെ ഇവർക്ക് ലഭ്യമാകാവുന്നതേ ഉള്ളൂ. അതിന് ശ്രമിക്കാതെ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ നിയമലംഘനത്തിലേക്ക് പോകണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അത് സർക്കാരിന്റെ അധികാരപരിധിപ്പെട്ട കാര്യമല്ല. ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികളെ ലഭിക്കുന്നില്ല എന്ന് ഇവർ ബോധ്യപ്പെടുത്തേണ്ടത് ബന്ധപ്പെട്ട കോടതികളെയാണ്, സർക്കാരിനെ അല്ല. അത് സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്നില്ല എന്ന് മുൻകൂറായി പറയാനും കഴിയുന്നതല്ല. അതുകൊണ്ട് ഇത് പരിഹരിക്കണമെങ്കിൽ NSS എങ്ങനെയാണോ പരിഹാരം തേടിയത് അതേ വഴി പോകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് LDF സർക്കാർ നടത്തുന്നത്. അതല്ലാതെ വിവേചനത്തിന്റെ പ്രശ്നം കേരളത്തിലില്ല. ഇതിലൊരു സാങ്കേതികതയാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ. കാരണം NSSന്റെ അതേ വഴി കോടതിയിൽ പോയി നേടിയെടുത്താൽ മതി. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതിപ്പോൾ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് ചങ്ങനാശ്ശേരി ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വാദം, ഒരു സമുദായത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത നീതി സ്വാഭാവികമായും ഉണ്ടാവണ്ടേ. മുൻകാലങ്ങളിലും ഇത്തരം കേസുകൾ അത് ഉണ്ടായിട്ടുള്ളതാണ്. അതായത് NSSന് നേടിയ വിധി അത് മറ്റുള്ളവർക്കും ബാധകമാണ് എന്നത് അണ്ടർസ്റ്റുഡാണ് ആ വിധിയിൽ എന്നതാണ് അവരുടെ വാദം. അതെന്തുകൊണ്ടാണ്? വിഷയം അതല്ല. 3% ഭിന്നശേഷി സംവരണം പാലിക്കേണ്ടതില്ല എന്നാണോ വിധി? അല്ലല്ല. അതിൽ അവർക്കും തർക്കമില്ല. അല്ല, പറയട്ടെ. 3% ഭിന്നശേഷി സംവരണം പാലിക്കാൻ കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിലയ്ക്ക് NSS നടത്തിയ ശ്രമം അവർ കോടതിയെ ബോധ്യപ്പെടുത്തി. NSSന് അനുവാദം കിട്ടി. അത് കോടതിയാണ് അനുവാദം കൊടുത്തത്. ഇവിടെ ഈ കത്തോലിക്ക സഭ മാനേജ്മെന്റ് ആണെങ്കിലും മറ്റു മാനേജ്മെന്റുകളാണെങ്കിലും അവർക്ക് അതേ കാര്യം അവർ ചെയ്ത സദുദ്ദേശപരമായ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താവുന്നേ ഉള്ളൂ. അത് കോടതിയെ അവര് ബോധ്യപ്പെടുത്താതെ NSSനെ ബോധ്യപ്പെടുത്ത NSS ആയതുകൊണ്ടല്ല, അവർ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ സൗദ്ദേശപരമായി ഈ നിയമനത്തെ പരിശ്രമിച്ചിട്ടുണ്ട്, ഇത്രത്തോളം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. ബാക്കി കോടതിയിൽ അണ്ടർടേക്കിംഗ് കൊടുത്തു. ഇവർക്കും അതാകാവുന്നേ ഉള്ളൂ. അതിനു പകരം ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ പരിശ്രമം ഞങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാട് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ കോടതിയാണ് അക്കാര്യത്തിൽ നീതി കൊടുക്കേണ്ടത്. സർക്കാരിന് അക്കാര്യത്തിൽ സംവരണം കഴിഞ്ഞ് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് കോടതി വിധി ഇല്ലേ? ഉദാഹരണമായിട്ട് പട്ടികജാതി സംവരണമുണ്ട്.
പട്ടിക സംവരണത്തിൽ നിയമനം നടത്തുന്നില്ല, മറ്റു സീറ്റുകൾ മാത്രം ഫില്ല് ചെയ്യപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ കഴിയുന്ന കാര്യമാണോ? അപ്പോൾ പട്ടിക സംവരണം റൊട്ടേഷൻ വരുമ്പോൾ നിയമനം നടത്തിയിട്ട് അടുത്തേക്ക് പോകാനാകൂ എന്നുള്ളതല്ലേ രാജ്യത്തെ നിയമം. ഭിന്നശേഷി സംവരണത്തിന് അത് ബാധകമാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒഴിവാക്കി കൊടുക്കുന്നില്ല കേരള സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും സർക്കാരിനെ പ്രത്യേകം പരിഗണിക്കുന്നില്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ല. കോടതിയാണ് ഇത് ബോധ്യപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ട് സംവരണ തത്വങ്ങൾ പാലിക്കുന്നതിന് പൂർണ്ണമായും കഴിഞ്ഞില്ല? ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു. ഈ രണ്ട് വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി NS അനുവാദം കിട്ടി. കേരള സർക്കാർ എന്തെങ്കിലും ഒരു അനുവാദം പ്രത്യേകം കൊടുത്തിട്ടില്ല. ആ വിധി മറ്റുള്ള സഭകൾക്ക് ബാധകമാക്കണം എന്ന് പറയുമ്പോൾ അവരോരോരുത്തരും ഇപ്രകാരം ഭിന്നശേഷി സംവരണം നടപ്പാക്കാൻ നടത്തിയ പരിശ്രമം ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, കോടതിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അത് ചെയ്യാൻ അവർ തയ്യാറാകാതിരിക്കുന്നത് വളരെ ബോധപൂർവമാണ് എന്ന് ഞാൻ പറയില്ല. അവർക്ക് നിയമോപദേശം കിട്ടാഞ്ഞിട്ടല്ല. അഡ്വക്കേറ്റ് ജനറൽ ഈ നിയമത്തിൽ വിവേചനം പാടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. NSS കോടതി പോയി. എന്നിട്ട് NSS തന്നെ സംസ്ഥാന സർക്കാർ ഈ നീതി കൊടുക്കാൻ പാടില്ലായിരുന്നു. സംസ്ഥാന സർക്കാർ NSS പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുത്തില്ല. അവര് കോടതിയിൽ പോയതുകൊണ്ട് കോടതിയിൽ അവര് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കിട്ടി. ഇവർക്ക് ബോധ്യപ്പെടുത്താൻ അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമല്ല. താങ്കളുടെ വാദവും സർക്കാരിൻ്റെ വാദവും അത് തന്നെയാണ്. പക്ഷേ ഒരു സംശയം, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിനെ പോലെയുള്ള സംഘടനകൾ അവരെയാണ് അവർ NSSന് നീതി കിട്ടി, ചില സമുദായത്തിന് മാത്രം പരിഗണന കിട്ടുന്നു എന്ന വാദം ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഇപ്പോൾ ഈ ചർച്ച ഉയരുന്നത് ഒരു ബോധപൂർവമാണ് എന്ന് സംശയിക്കുന്നുണ്ടോ? ഒരുപക്ഷെ സഭാ നേതൃത്വത്തിൻ്റെ അറിവല്ലെങ്കിൽ കൂടിയും നമുക്കറിയാം കത്തോലിക്ക സഭയിൽ മറ്റു ചില താല്പര്യമുള്ളതും മറ്റു ചില സംഘടനകളുടെ കടന്നുവരവും ഒക്കെ ചർച്ചയായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അങ്ങനെ സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, ഞങ്ങൾക്ക് കാര്യത്തിൽ സംശയത്തിന്റെ കാര്യമില്ല. ഇവിടുത്തെ മത മാനേജ്മെന്റുകളൊക്കെ തന്നെ വളരെ സുദൃഢമായ നിലയാണ് വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിൽ സ്വീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവര് സൗദ്ദേശപരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വ്യത്യസ്ത താല്പര്യങ്ങൾ പലയിടത്തും വരാം. അങ്ങനെ വരുന്നതൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ കാസ പോലുള്ള സംഘടനകൾ യഥാർത്ഥത്തിൽ RSSകാരാണ്. കാസയുടെ ഗ്രൂപ്പിൽ പലപ്പോഴും പല പള്ളി കമ്മിറ്റിയിലും RSSന് അംഗത്വം കൊടുത്തിരിക്കുകയാണ്. RSS ആണ് അതിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അവരാണ് വർഗീയമായ പോസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതും ഇതുമായിട്ട് ബന്ധമുള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. അല്ല, ഈ NSS ഈയിടെ ശബരിമല വിഷയത്തിലായാലും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരുമായി അടുത്ത് നിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് NSSന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത് ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ലല്ല, NSSന് കോടതി വിധി കിട്ടി. ആ വിധി തങ്ങൾക്കൂടെ ബാധകമാക്കണമെന്നാണ് സർക്കാരിനോട് പറയുന്നത്. സർക്കാരിന് എന്തുകൊണ്ട് ബാധകമാക്കാനാവില്ല? NSSന് ഭിന്നശേഷി സംവരണത്തിൽ അവര് എന്തെല്ലാം പരിശോധന നടത്തിയെന്ന് കോടതിയെ ബോധിച്ചുകൊണ്ടാണ് കോടതി അവർക്ക് ഈ അനുകൂലമായ ഉത്തരവ് കൊടുത്തത്. മറ്റാർക്കാണ് പരാതിയുള്ളത്? അവരും ഭിന്നശേഷി സംവരണത്തിന് അവരെന്ത് ശ്രമിച്ചു എന്നും അവരാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അവർ ചെയ്യേണ്ട കാര്യത്തിന് സർക്കാരിന് ചെയ്തു കൊടുക്കാനാവില്ല. അതായത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നില്ല? അല്ല, രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ പ്രശ്നം. ഈ വിഷയത്തിൽ ഇതാണ് നിലപാട്. അല്ല, നമ്മൾ നടത്തുമല്ലോ. രാഷ്ട്രീയം ഇന്നലെ തുടങ്ങിയതല്ലോ, നാളെ ഉണ്ടാവും. അത് നടത്തുന്നവരോട് മറുപടി പറയാൻ അതാത് പ്രസ്ഥാനങ്ങൾ കഴിയും. ഇതിൽ രാഷ്ട്രീയമില്ല. പക്ഷേ സർക്കാരിന്റെ നിലപാടിൽ രാഷ്ട്രീയ ഭേദമില്ല. അല്ല, സർക്കാരിന്റെ നിലപാടിൽ രാഷ്ട്രീയമില്ല. ഈ വിഷയത്തിന്റെ മെറിറ്റിനും അപ്പുറം ഒരു പരിധിക്കപ്പുറമുള്ള ചർച്ചയിലേക്ക് ഇത് കടക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പരാമർശിക്കേണ്ടി വരുന്നത്. ആ ചർച്ചയെ ഭയമില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ബൈബിളിലുണ്ടല്ലോ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ബൈബിളിലുണ്ടല്ലോ. ആ ബൈബിൾ വചനം തന്നെയാണ് അതിന്റെ സമാധാനം. ശ്രീ അനിൽകുമാർ, ഈ പറഞ്ഞ പ്രസ്താവന പറഞ്ഞ ഇന്നിപ്പോൾ ഈ തോമസ് തറയിൽ വിദ്യാഭ്യാസ മന്ത്രി ജനാധിപത്യ വിരുദ്ധമായൊക്കെ പെരുമാറുന്നു, അങ്ങനെ കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതേ ബിഷപ്പ് തന്നെയാണ് കേരള കോൺഗ്രസുകൾ ഏകീകരിക്കണം എന്ന നിലപാട്. കേൾക്കുമ്പോൾ രണ്ട് വിഷയമാണെന്ന് തോന്നാം, പക്ഷേ അതിനകത്തൊരു രാഷ്ട്രീയം സാധ്യതയുണ്ട്. കാരണം കേരള കോൺഗ്രസുകൾ ഏകീകരിക്കുക ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുമ്പോൾ